പോയി പണിയെടുക്കണം. വിശന്നിട്ട മുതലാളി പഴഞ്ചോറായാലും മതി. ഈ കിടക്കണ തേങ്ങ മൊത്തം പൊതിക്കാണ്ട് നിനക്ക് പച്ചവെള്ളം തരികയില്ല. ഈ പട്ടിയുടെ ഒരു ഭാഗ്യേ തിന്നാൻ പറ്റണില്ല. ക്യാരക്ടർ അല്ലേ അത്? തപ്പ് ഓടുന്ന പോലെ ചങ്ക് കിടന്ന് ഡുണ്ടുണ്ടും പിടയ്ക്കുക. പടം തരുന്നല്ലേ എന്റെ പൊന്നോ. അതല്ല മറ്റേ വേടന്റെ അത് കണ്ടതുപോലെ നീ വേടം മറ്റേ വീഡിയോക്കകത്ത് പറയത്തില്ലേടാ, പുള്ളി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പുള്ളിയുടെയൊക്കെ ഒരു ലൈവ് കോൺസെർട്ട് ഒക്കെ കാണാൻ എത്ര പേരായിരിക്കും വരുന്നേന്ന്. എന്റെ പൊന്നോ. ദ ഡെവിൽ ബ്രോ 200 ബ്രോ. RDR 2 റീസ്റ്റാർട്ട് ചെയ്യല്ലേ ബ്രോയ്ക്ക് തീർക്കാൻ പറ്റില്ല. സ്റ്റോറി ബേസ്ഡ് ഗെയിം കളിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഗെയിം സെൻസ് ബ്രോയ്ക്ക് ഇല്ല. വ്യൂവേഴ്സ് പിന്നെയും ഡിസപ്പോയിന്റഡ് ആകും. ഡെവിൽ ബ്രോ ഓക്കെ, കുഴപ്പമില്ല. ശരി ശരി ശരി. താങ്ക് യു സോ മച്ച്. അത് 200 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഇല്ല, ഞാൻ റീസ്റ്റാർട്ട് ചെയ്യത്തില്ല ബ്രോ. RDR റീസ്റ്റാർട്ട് ചെയ്യത്തില്ല. സോറി. ഓക്കെ കുഴപ്പമില്ല. അത് കളിച്ച് തീർക്കാനുള്ള ഗെയിം സെൻസ് എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല ബ്രോ. ഞാൻ RP PUBG മാത്രം സ്ട്രീം ചെയ്യുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ 200 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ലൈവ് ക്യാപ്ചർ ചേച്ചിയുടെ ചാനൽ, ലൈവ് ക്യാപ്ചേർഡ് ചേച്ചിയുടെ ചാനലാണ് റിപ്പോർട്ട് ആക്കുന്നു. ഗൈസ് എല്ലാവരും ഡു സപ്പോർട്ട്. ഭൂതം PC ബ്രോ, താങ്ക് യു സോ മച്ച്. അത് ബ്രോ ഞാൻ വീട്ടിലെത്തി. കേരള പോലീസ് ഗോ ബാക്ക് നന്നായി വാ. എടാ ഡെബിൻ ബ്രോയ്ക്ക് എന്തോ പറ്റി കേട്ടോ. ഡെബിൻ ബ്രോയ്ക്ക് എന്തോ പറ്റി അറിഞ്ഞില്ലേ? തിരിഞ്ഞ് ഡെബിൻ ബ്രോയ്ക്ക് എന്തോ പറ്റി. ആള് ഇടുക്കി പോയി മഷിട്ട് തിരിഞ്ഞ് ബ്രോ. താങ്ക് യു സോ മച്ച്. 200 ബ്രോ. ഇറ്റ്സ് ഓക്കെ. എനിക്ക് അതിനുള്ള ഗെയിം സെൻസ് ഇല്ല ബ്രോ. എനിക്കത് അറിയാം, എനിക്കത് നന്നായിട്ട് അറിയാം. ലൈക്ക് അത് അങ്ങനെയാണ്, താല്പര്യമില്ലത്. നമ്മൾ നമ്മുടെ സെൻസും ഇതൊക്കെ നമ്മുടെ ഇതിനകത്ത് കാണിച്ചാൽ പോരെ, ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഉള്ളതിൽ കാണിച്ചാൽ പോരെ. അണ്ണ കേരളത്തിൽ അയാൾക്ക് അത്ര റെഡ് തീർക്കാൻ പറ്റുള്ളൂ. അതെ അണ്ണ സെറ്റ് അല്ലേ ഈഗിൾ ഗെയിം. ഇത് കണ്ടില്ല, ഇത് അത് ഡ്യൂപ്ലിക്കേറ്റാ. അത് അവൻ കണ്ടപ്പോ തന്നെ പരത്തിന് ചെവി കേട്ടാ. അണ്ണ ഇത് കണക്കാക്കും അണ്ണ. നാളെ ജിമ്മിൽ പോണേ. ജിമ്മി കയറി എന്റെ തീരുമാനം മാറ്റി. ഞാൻ ജിമ്മിൽ പോണേ നാളെ തൊട്ട്. പോടാൻ വില്ലി പോടാൻ ഏതാ? അയ്യോ ബ്രോ, ഞാൻ എന്റെ പേര് ഈഗിൾ ഗെയിമിംഗ്. ഞാനൊരു ചാനൽ നടത്തുന്നുണ്ട്, മനസ്സിലായോ? എന്റെ ചാനലാണിത്. അതിലാണ് നീ വന്ന് തന്തയില്ലാത്തവനെ നീ കമന്റ് ഇട്ടത്. പൊണ്ടച്ചി നീ വന്നിരിക്കണവൻ. മലയാളത്തിന്റെ മോഹൻലാൽ. ഓ ഇതാണ് എനിക്ക് ഏറ്റവും നോക്കി. ഈ മോഹൻലാലിനെ നോക്കടാ, ഈ ലാലേട്ടനെ നോക്ക്. എന്റെ പൊന്നോ, ഇത് എനിക്ക് ഇതിനകത്ത് ചിരി കണ്ട പുള്ളിയുടെ. കെവിൻ ചിരിക്കുന്നത് പോലെയാണ്. വിഷയം അത് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നത് മോർ ബർത്ത്ഡേസ് എന്നോ, അത് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നതാ മോർ ബർത്ത്ഡേസ്. അങ്ങനില്ല വിപിൻ TV ബ്രോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്നല്ലേ പറയണേ. അത് ബർത്ത്ഡേക്ക് മാത്രം ഇല്ല. അത് അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അണ്ണ സാധനം വെട്ടിക്കളയെന്ന് പറഞ്ഞിട്ട് കളഞ്ഞില്ല. FFB പാറ്റേൺ വൈറ്റി ബ്രോ, താങ്ക് യു സോ മച്ച്. 40 ഇവിടെ മന്ത്രിമാരും അതൊക്കെ റോഡ് പണിത് തരാം, അത് പണിത് തരാം, ഇത് തരാന്ന് പറഞ്ഞത് എല്ലാം പാലിച്ചോ? അവരൊക്കെ എല്ലാം പാലിച്ചോ? ഈ ഒരു കാര്യം എനിക്ക് പാലിക്കാൻ പറ്റില്ല. പിന്നെ എന്നാ നീ വെട്ടാ കെവിനെ. കെവിന് വെട്ടാനില്ലല്ലോ. This scene is meant to expose the revelation of the disease. ഇടാനുള്ള അസുഖമൊന്നുമില്ല. ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്നും എഴുതി പോവില്ല. ഇതുപോലെ ഇടയ്ക്ക് മനസ്സൊന്ന് എഴുതി പോവാ. മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിന് ഇട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാം? ബൈപോളാർ ഡിസോർഡർ. എപ്പോഴാ എങ്ങനെയാണെന്നറിയാതെ മനസ്സിലൊരു കടന്നൽ കൂടിളകുക. ഒരു ജാട. എന്ത് സീനല്ലേ.
വൈപ്പർ ഗെയിമിംഗ് ബ്രോ താങ്ക് യു 20 അഖിൽ ജോഷി കൊണ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് വരും വെയിറ്റിംഗ് ബ്രോ. നാളെയാണ് നെക്സ്റ്റ് എപ്പിസോഡ്. നാളെ നമ്മുടെ ഇന്ന് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമായിരുന്നു ഗസ്റ്റിന് ഇന്നും വരാൻ പറ്റിയില്ല. ആൻഡ് അപ്പൊ നാളെ ഗസ്റ്റ് വരും. നാളെ ഗസ്റ്റ് വന്നിട്ട് നാളെ തന്നെ മാക്സിമം നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റന്നാളായിരിക്കും പോഡ്കാസ്റ്റിൽ അടുത്ത വീഡിയോ. അണ്ണാ ബാഡ് പേരന്റ് ഗെയിം ഒന്ന് കളിച്ച് നോക്കുവോ? റോളക്സ് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ബാഡ് പേരന്റിങ് അടിച്ചു ട്രൈ ചെയ്ത് നോക്കാം. മിസ്സിംഗ് ദിസ് ലാലേട്ടൻ സത്യം. അണ്ണാ എൻ്റെ നാടാണ്, ഒരിക്കൽ വരുമോ ഇവിടെ കണ്ണൂർ? കളറാ ഓടെ കണ്ണൂർ ഒരുവട്ട് വന്നിട്ടുണ്ട് ഞാൻ. ഇവരെന്താ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നതെന്നറിയോ? എന്താ കൊമ്പൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഇടയായിട്ട് ബസ്സിന്റെ വീഡിയോസ് എല്ലാം കണ്ടോണ്ട് ഇവിടുത്തെ ഒരു വണ്ടിപ്രാന്തൻ, ഇവിടുത്തെ ഒരുത്തുണ്ടല്ലോ ചന്തിമുഖൻ, പുതിയതായിട്ട് വന്നേക്കുവാണ്. ഈകള് ബസ് എടുക്കും. എടാ നീ ഒരു ബസ് എടുത്തതാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ബസ്സാണ്, ഇപ്പൊ ബസ്സിന്റെ പുറകിലാണ് ഇവൻ പറഞ്ഞ ഒരു BMW എടുത്ത് ഞാനിപ്പം ഇതാ ലൈഫ് ക്യാപ്ചേർഡ് പ്ലീസ്. എൽബിൻ ഷാജി ബ്രോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം ബ്രോ? എൽബിൻ ഷാജി ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എൽബിൻ ഷാജി ബ്രോ ഇങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ആരും ബ്രോ ഇപ്പൊ അത് അങ്ങനെ 3 വട്ടം ചെയ്ത് ആരെങ്കിലും അതിന് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടോ നോക്ക്. ഞാൻ അതുകൊണ്ടാ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ കളയണ്ട വെറുതെ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവന്റെ പുതിയ ഇതെന്ന് പറഞ്ഞാൽ ബസ് വേണം, പുതിയൊരു ബസ് വേണം, അവൻ നോക്കിക്കോളാം. ഈഗിൾ എന്നൊക്കെ പേരിട്ട് നമുക്കൊരു ബസ് ഇറക്കാം. ഓടാടുന്ന് ഞാനൊക്കെ ബസ് ഇറക്കിയ വരവേൽപ്പിലെ മോഹൻലാൽ അത് തന്നെയാവും ഞാൻ, ഒരു സംശയമില്ല. ഞാൻ ബസ് മേടിക്കുന്നതിന്റെ അന്ന് കേരളത്തിൽ ടൂറിസ്റ്റ് ബസ് നിരോധിക്കും. എന്റെ സമയം വെച്ചിട്ട് അങ്ങനെ മാത്രമേ സംഭവിക്കുള്ളൂ. അത് ഈ പുറകിലോട്ട് മേലോട്ട് അല്ല, അങ്ങനെ സംഭവിക്കുള്ളൂ, ഒരു സംശയവും ഇല്ല. ഞാനൊക്കെ ബസ് മേടിക്കുന്നതിന്റെ അന്ന് ഇവിടെ എല്ലാം നിരോധിക്കും. ബസ് എന്ന് പറയുന്ന ഒരു സാധനമേ വേണ്ടെന്ന് പറയും. അങ്ങനെയാണ് എന്റെ സമയം വെച്ചിട്ട്. ബ്രോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഹൈപ്പർ റിയലിസ്റ്റിക് ആർട്ട്. ഇറ്റ് ടുക്സ് മീ 52 hours. എന്റെ പൊന്നു ഇത് നോക്കടാ, വലുതാക്കി 52 മണിക്കൂർ. 3 ദിവസം. എന്റെ അമ്മ, ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന പെൻസിൽ വെച്ച് വരച്ചാണോ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രോ ഇത് എന്താ? ഫോട്ടോ എടുത്ത് ഇത് ഫോട്ടോയാ സത്യം. ഞാൻ ഒന്ന് സത്യം പറയട്ടെ, എന്റെ അമ്മ ഔട്ട്ലൈൻ ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനത്തെ പെർഫെക്ഷനാ തള്ളേ. കിടിലം, ഒന്നും പറയില്ല, കിടിലം. ബ്ലാക്ക് മിസ്റ്റേക്ക് ബ്രോ, കിടിലം, ഒരു രക്ഷയില്ല. എന്റെ അമ്മോ ഗൈസ്, ഇവരെയൊക്കെയല്ലേ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയം. കിടിലം ടാലന്റ് ബ്രോ, ഒരു രക്ഷയില്ല, കിടിലം. ദ സിഗ്നേച്ചർ മൂവ് മലിംഗയാണല്ലോ. യോർക്കറൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ പടപട മഴ പോലൊക്കെയാ വരണേ, മഴ പോലെ സത്യം. വെയിറ്റ് ഫോർ ദ എൻഡ്. ഇന്ന് എല്ലാരും എന്താണ് ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഇവിടെ. അമൽ സിന്ധു കിടിലോടാ. ഇന്ന് മൊത്തം ഇങ്ങനത്തെ സാധനങ്ങളാണല്ലോ ഇവിടെ. വിഷയം ബ്രോ.
ഇതാ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ യമഹയുടെ ടാങ്ക് അതാണ് കേട്ടോ ലെറ്റർ ബോക്സ് എന്ന് പറയുന്നത്. തുടങ്ങുമ്പോൾ തന്നെ വീടിന്റെ ഫ്രണ്ട് കാണുന്നത് 2 വീലാണ്. ഇവിടെ അങ്ങനെ തുടങ്ങാലോ പരിപാടി. അംബാസിഡർ കാറിലാണ് സിറ്റ് ഔട്ടുള്ള സോഫ. എന്താ അതൊക്കെ വെറൈറ്റി ആണ്. ശരിയായ വണ്ടിപ്രാന്ത്. ചേതക്കിന്റെ സ്കൂട്ടറാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇത് കത്തും. ചേതക്കിലാണ് ഇരിക്കാൻ പോണത് അല്ലേ? ചേതക്കിന്റെ സോഫ, ടീപോയ്. ഇതേതാണ്? യമഹയുടെ എഞ്ചിൻ വെച്ചിട്ടുള്ള ടീപോയ്. സ്വിഫ്റ്റിന്റെ പ്രഷർ പ്ലേറ്റ്. അത് ഫുൾ ഓഫ് ടാലന്റഡ് പീപ്പിൾ. അതെ, ഇന്ന് ടാലന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അതും അതന്നെ സാധനം. അത് അതിന്റെ സ്പ്രേ ഗണ്ണ് പെയിന്റിങ്ങിന്റെ അടിപൊളി ഒറിജിനല്. അത് നമ്മുടെ 407 പിസ്റ്റൺ ആണ്. ഫ്രിഡ്ജ് നിങ്ങള് ഫോക്സ് വാഗൻ ആക്കി അല്ലേ? ഈ വണ്ടി ഇതേതന്നെ അല്ലേ? ഈ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു. അടിപൊളി. ഇത് ഡൈനിങ് ടേബിൾ വേറെ ലെവല്. ഇതിൽ കുറെ ടൂൾസ് ഉണ്ട്, കുറെ ഇതുണ്ട്. എന്തൊക്കെയാണ് ഇതൊക്കെ? ഇത് വണ്ടികളുടെ കുറെ പാർട്സുകളുണ്ട്. കാറ്, ബൈക്ക്, എല്ലാ ഒരുമാതിരിപ്പെട്ട വണ്ടികളുടെ എല്ലാ പാർട്സും ഇത്. അണ്ണ ഇൻവേർട്ട് ആർട്ട് ചെയ്യുന്നുണ്ട്. യു വിൽ നോട്ട് ബി ഡിസപ്പോയിന്റഡ്. പ്ലീസ് ചാറ്റ് ഒന്ന് സ്പാം ചെയ്യൂ. റിയലി വിഷ് ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ലൈവിൽ ഒന്ന് റിയാക്ട് ചെയ്യുമോ? ഐഡിയ ആർട്ട് ബ്രോ, OCD ബ്രോ. ഞാൻ ലൈവിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് അങ്ങനെ ചെക്ക് ചെയ്യത്തില്ല ബ്രോ. ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ മതി, അപ്പം നമ്മൾ കാണാതെ. അല്ലാതെ ഞാൻ ലൈവിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് അങ്ങനെ നോക്കാറില്ല, അങ്ങനെ ചെയ്യാറില്ല ഞാൻ. ശരിക്കും ഒരു വണ്ടിപ്രാന്തന്റെ വീട് അങ്ങനെ ആയിരിക്കും. അത് കൊള്ളാം. പെട്രോൾ ഒഴിക്കണ പെട്രോൾ അല്ലടാ, അത് വാഷ് ബേസിനാ. അത് അതിനകത്തൂടാണ് വെള്ളം വരുന്നത്. ഇത് പെട്രോളിന്റെ ഒറിജിനൽ നോസില്, നമ്മുടെ പെട്രോൾ അടിക്കുന്ന നോസിലാണ്. എന്റെ നാട്ടുകാരനാണ്. കൊള്ളാം. നൈസ് ബ്രോ. ദിസ് ഈസ് മൈ ഫ്രണ്ട്സ് ന്യൂ വർക്ക്. പ്ലീസ് സപ്പോർട്ട്. വാടാതെ. ഓ എടാ, ഇവനെ എനിക്കറിയാം. ഇവന്റെ അങ്ങനൊന്നും അല്ല. ഗുരു നിൻചാൻ ചാനൊന്നും അല്ല. ഒഫീഷ്യൽ. അവൻ നമ്മുടെ പാട്ടൊക്കെ ചെയ്തിട്ടുള്ള പയ്യനാണ്. വാടാതെ. നോക്കാം ഗൈസ്, എല്ലാരും ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്ക്. വാടാതെ അവന്റെ 1 കോംബോ ആണ് പുതിയായിട്ട് ഇറങ്ങിയ. ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുത്തപ്പോൾ അമീർ കൊമ്പന്റെ കൂടെ അകത്തിരുന്നൊരു യാത്ര അമീർ ചെയ്യണം. അമീർ കൊമ്പൻ എന്നല്ല, അമീർ കൊമ്പന്റെ ഒരു ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുത്തപ്പോൾ. അത് ഞാൻ അമീർ കൊമ്പന്റെ എവിടെ വായിച്ച്? അമീർ കൊമ്പന്റെ ഒറ്റ ഒരു ആഗ്രഹമൊന്നു. ബസ് കൊമ്പന്റെ കൂടെ അകത്തിരുന്നൊരു യാത്ര അമീർ ചെയ്യണം. അവന്റെ വളരെ നാളൊരു പൂതിയാണ്. ഈ ബസ്സിന് ഇങ്ങനെ ഭയങ്കര ഡൈഹാർഡ് ഫാൻസ് ആണല്ലേ ശരിക്കും പറഞ്ഞ? കൊമ്പന് നല്ലോണം ഫാൻസ്. അല്ല, കൊമ്പനല്ലടാ ഞാൻ പറഞ്ഞ. ഞാൻ ഈയിടെ ആയിട്ട് മറ്റേ കുറെ പേര് ബസ് എടുക്കുന്നതിന്റെയും ബസ്സിന്റെ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബസ്സിനോട് ഭയങ്കര ആരാധനയാണല്ലേ ആൾക്കാർക്ക്. എനിക്കത് അറിഞ്ഞുകൂടാ സത്യമായിട്ടും. അല്ല, എനിക്ക് അങ്ങനെ ഒരു ക്രൈസ് ഇല്ല ബസ് എന്ന് പറയണതെന്ന്. ഈ ബസ്സിനോട് ഭയങ്കര ആരാധനയാണെന്ന് ഈ ഇടയ്ക്ക് ഇങ്ങനെ റീൽസ് കാണുമ്പോൾ മനസ്സിലാവും. മുതലാളിമാരി വീഡിയോ കാണണമെങ്കിൽ ഓനൊന്നാ വണ്ടി ഒന്ന് കയറ്റി കൊടുത്താണെങ്കിൽ ഓന് അതിലും വലിയ സന്തോഷം വേറെ ഉണ്ടാവില്ല. നമ്മുടെ ഒരു കുഞ്ഞനിയൻ, അവന് വണ്ടി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ട് പോയി കൊണ്ടുപോകുന്നു അവനെ എറണാകുളത്തു നിന്നാണ്. സാധിച്ചു കൊടുത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. എനിക്കില്ല എടാ, എനിക്ക് അങ്ങനെ ഒരു ബസ്സിനോടൊരു ക്രൈസ് ഇല്ല. വണ്ടിയോടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ബസ്സിനോടൊരു ക്രൈസ് ഇല്ല. അത് ഞാനിപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ അത് അറിയണം. A company used just air molecules and built a fanless laptop cooling system, and it is as thin as a coin. The tech behind is crazy. A wire and a grid act as electrodes. When voltage runs through the wire, it ionizes air molecules like oxygen and nitrogen, turning them into charged particles. These particles then rush toward the negatively charged grid, and that movement generates airflow, keeping your laptop cool. It's efficient too. Traditional fans move about 1.5 cubic feet of air per watt, and while this system moves slightly less, about 1 cubic
cubic foot per watt. It's completely silent and with no moving parts. But this isn't just theoretical, it's real. According to Dave 2D, a major laptop manufacturer has already built a prototype using Ventiva's tech, and they'll be debuting it on January 7th at CES. Now, like any innovation, it comes with challenges. This technology could easily add about $50 to manufacturing costs versus $1 to $3 for regular laptop fans, and it produces lower static pressure. It's the ability to push air through tight obstructed spaces like the internals of a laptop, which means laptops will need to be redesigned entirely. എന്റെ പൊന്നെ എന്തൊക്കെ കണ്ടുപിടുത്തോടാ. ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചായിരുന്നു, പക്ഷെ നീ ചിന്തിച്ചായിരുന്നു, എന്നിട്ട് നീ ഇറക്കാന് ടൈം കിട്ടിയില്ല അതിനുള്ളൊരു. അല്ല കെവിനെ ആ സമയത്ത് നീ എന്ത് ചെയ്യുമായിരുന്നു? ഇൻസ്റ്റാഗ്രാമില് റീലും തോണ്ടി കട്ടിലെ കിടക്കുമായിരുന്നില്ലേ? എടാ പോടാ വാണപ്പാ. ലവ് ഫ്രം പൂനെ, ഷൗട്ട് ഔട്ട് ടു മൈ അലൻ, ബിഗ് ഫാൻ. അലൻ ബിഗ് ഹായ് ബ്രോ, ബിഗ് ഫാൻ ഒന്ന്. അലൻ ഹായ് ബ്രോ, ഹായ് ഹായ്. അത് കൊള്ളാം, പക്ഷേ പ്രൈസ് കൂടുതലായിരിക്കും ഒബ്വിയസ്ലി. അണ്ണ ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് മനസ്സിലായില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ നോർമൽ ഇങ്ങനത്തെ ഫാനുകളുണ്ടല്ലോ, ഈ ഫാൻസിന് പകരമായിട്ടാണ് ഈ ഒരു സാധനത്തിൽ കൂടെ ആയിരിക്കും എയർ വെളിയിലോട്ട് വലിച്ചു കളയാനുള്ള, ലാപ്പിൽ ഹീറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലാപ്പിൽ നിന്ന് ഹീറ്റ് വെളിയിലോട്ട് ഇതാക്കണതും, അതുപോലെ ആ ഫ്ലോ ഉണ്ടല്ലോ മറ്റേ അതിനകത്തുനിന്ന് വരുന്ന ഹീറ്റ് ഫ്ലോ, അത് കുറച്ചും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നോളജിയാണ്. അതാണ് അവർ കാണിക്കുന്നത്. ഇതിനകത്തോടി ഇത് പാസ്സാവുന്ന സമയത്ത് ലൈക്ക് ഹീറ്റ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആവുമെന്ന്. അപ്പം നോർമലി ഒരു $3 ഒരു ഇതുപോലത്തെ സാധനത്തിനെങ്കിൽ ഇത് വെക്കുമ്പം ആക്ച്വലി ഇതിലെ ഒരെണ്ണത്തിന് ഏകദേശം $50 വില വരും. അപ്പം എന്തായാലും വില കൂടും. പക്ഷേ ഈ സാധനം ഇങ്ങനത്തെ ഇത്രയും ചെറിയൊരു ഇതുമാണ്, പക്ഷേ ഇന്നോവേറ്റീവ് ആണ്. ഇതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് അവർ പറയണത്. അത് 25th ഈ മാസം ജനുവരി 25th ഇത് വെച്ചിട്ടുള്ള ലാപ്ടോപ്സ് ഇറങ്ങുമെന്ന്. മനസ്സിലായോ? മനസ്സിലായി. ഇതിപ്പോ എങ്ങും കേൾക്കാനില്ലടാ ഈ സാധനം. സത്യം പറയാലോ, ഇത് എങ്ങും കേൾക്കാനില്ല. നേരത്തെ എണീച്ചാ കേൾക്കാൻ പറ്റും. നീ കേട്ടിട്ടുണ്ടോ ഇത്? നീ ഈ വീട്ടില് എന്റെ വീട്ടിലല്ലേ നീ ഒരു മാസമായിട്ട് ഉറങ്ങണം. ഇത് നാളെ ഇന്ന് ഞാൻ ഉറങ്ങത്തില്ല. ഞാൻ 6 മണി വരെ ലൈവ് ഇടാൻ പോണ്. ഇത് ഇന്ന് കേട്ടില്ല, ഇന്ന് എനിക്ക് കേട്ടില്ലെങ്കിൽ ഫേസ് ക്യാമിൽ ഇട്ട് തല്ലും. ഓക്കെ ആണോ രഘുലേ? അറിയാത്ത കാര്യങ്ങൾ കയറി തലയിടരുത്. അങ്ങനെയാണെങ്കിൽ വല്ലാത്ത പ്രശ്നമായി ഇവന്, മനസ്സിലായ? വല്ലാത്ത പക്ഷെ ഇങ്ങനത്തെ പാടമുള്ള സ്ഥലത്തുള്ള അമ്പലത്തിലൊക്കെ ഉണ്ടാവണ. പാടമുള്ള അമ്പലത്തിൽ നല്ലടാ. ഇത് എങ്ങും ഇപ്പൊ കേൾക്കാനില്ല, സത്യം പറയാലോ. അമ്പലത്തിന്റെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് കേൾക്കാം. ചിലപ്പോ അമ്പലത്തിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് ചിലപ്പോ കേൾക്കാൻ പറ്റിയാണ്. മുഹമ്മദ് ഫാസ് 40 rupees. മീറ്റ് ഫ്രം പൂനെ ഈഗിൾ ബ്രോ. ഹായ് ബ്രോ. വൈറ്റി ട്രോൾസ് അല്ലാതെ ഫാനായിട്ട് ഇവിടെ റിയാക്ട് ചെയ്യാൻ ബ്രോ. ലൊനാറ്റിക്കാർഡ് ബ്രോ ചെയ്യും. ഇന്ന് നമ്മള് കുറച്ചു നേരം ഇതിനകത്ത് കളഞ്ഞു. തോമസ് ബ്രോ, താങ്ക് യു സോ മച്ച്. ഈ സാധനം ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ. രാവിലെ കേൾക്കുന്ന ഒരു പ്രത്യേക സുഖമാണ്. ഞാൻ അങ്ങനെ റിലീജിയസ് ആയിട്ട് പറയല്ല, ഇത് ഭയങ്കര കിടിലമാണ് ഇത് കേൾക്കാൻ. ഇത് രാവിലെ കേൾക്കുന്ന ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. അണ്ണാ ഇത് ഞാൻ വരച്ചതാണ്. നേരത്തെ മാർക്കോയിലെ ഉണ്ണിമൂന്നിന് ഒരു ഡ്രോയിങ് ഇട്ടായിരുന്നു. റീച്ച് ഒക്കെ കുറവാണ്. അണ്ണ ഒന്ന് സപ്പോർട്ട് ഇവൻ ഇതല്ലല്ലോ ഇത്ര നേരം വരച്ചോണ്ടിരുന്നേ. ശരിയല്ല എന്റെ പൊന്നോ, നൈസടാ, കിടിലം കേട്ടാ. അത് കൊള്ളാം. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് ബ്രോ. നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. at 64. അറുപത്തിനാല് വയസ്സിലൊക്കെ നമ്മള് എനിക്ക് എണ്ണീറ്റ് നടക്കുമെന്ന് 64 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് തന്നെ സംശയമാണ് എനിക്ക്. അളിയ മുതുകൊക്കെ പോവും.
എടാ 64 വയസ്സുവരെ നീ ജീവിച്ചിരിക്കൂലടാ രഘുലേ. നിന്നെ അതിനു മുമ്പ് നാട്ടുകാർ തല്ലിക്കൊല്ലും. ഇന്നലെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നിന്നെ അതിനു മുമ്പ് നിനക്ക് നാച്ചുറൽ ഡെത്ത് അല്ല അളിയാ, നിന്നെ ആരെങ്കിലും തല്ലിക്കൊന്നു ന്യൂസ് വരും. നിനക്ക് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്ന സാധനം ഇല്ല രഘുലേ. നിന്നെ ഒന്നേ ആൾക്കാരെല്ലാം വഴിവാക്കിനടിച്ചിടും, അങ്ങനെ വല്ലതായിരിക്കും നിന്റെ പറഞ്ഞ. മനസ്സിലായോ? നീ ഇതിനെപ്പറ്റി, നീ വയസ്സാവുന്നതിനെ പറ്റി ആലോചിക്കണ്ട. നിനക്കൊരു 5 വർഷത്തിനുള്ളിൽ നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലും, അതൊരു സംശയമില്ല. നിന്നെ വെറുതെ 5 മിനിറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്റെ പൂവാറഴിച്ച് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ വിട്ടാൽ തന്നെ നിന്നെ തല്ലിക്കൊല്ലും, ഒരു സംശയമില്ല. സൂപ്പർ ഈഗിൾ ബ്രോ, മരുതൊക്കെ ഞാൻ സെറ്റാക്കി തരാം. ഇതിന് മുമ്പേ ചെയ്തൊരു വർക്കാണ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വരെയും VFX എല്ലാം കൊള്ളാടാ. നീ മരതൊക്കെ ഒരെണ്ണം വരച്ചിട്ട് എനിക്ക് കൊണ്ടുത്താ, നമുക്കതൊരു മരതത്തിലൊരു റൈഡൊക്കെ പോവാം. അണ്ണാ അച്ഛനും മോനും കൊച്ചുമോനും ഒരു രക്ഷയില്ല അണ്ണാ. The whole bloodline never disappoints. സത്യമല്ലേ? എന്നെ പോലുള്ള നീതിന്മാരുടെ പുറത്ത് നിൽക്കാൻ പറ്റില്ല. എന്താ പറ്റുമോ? കൂടെ നിൽക്കുന്നവന്റെ കുതികാലം വെക്കാൻ പറ്റുമോ സക്കരലിക്ക്? പറ്റില്ല. കുതികാലം വെക്കാം, എന്തും ഈ സൂര്യന് ചുവട്ടില് എന്ത് നെടുകേടിനുമാവും. തായ് വേര് വരെ ഇറക്കും. അയ്യോ, അത് കഴിഞ്ഞിട്ട് മാർക്കോയിലും ഇവനെ കൂടെ കാണിക്കണമായിരുന്നല്ലേ? സത്യമല്ലേ? എന്തായാലും 3 പേരും എന്ത് കിടിലോടോ. അങ്ങനെ വരേണ്ടായിരുന്നു. അതെ. ഡിസ്കൗണ്ട് ഏറ്റവും ലാസ്റ്റ് നോക്കുന്നോ? അതെന്താ? നിക്കോണോ? I love you, Anna. You are my favorite brother. New Face Gaming. Thank you so much for the 40, da. Thank you so much. ഇതാണോ നോക്കാൻ പറഞ്ഞേ? ഞാനും ഉണ്ടോ? ബ്രോ, ഇത് എനിക്ക് ഒന്ന് അയച്ചു തരണം പ്ലീസ്. എനിക്ക് ഇതൊന്ന് അയച്ചു തരണം. ഫ്രെയിം ഒന്നും ചെയ്യണ്ട, ഞാൻ ഫ്രെയിം ചെയ്തോളാം. എനിക്ക് ഒന്ന് അയച്ചു തന്നാൽ മതി. എൻ്റെ അഡ്രസ്സ് മോഡറേറ്റേഴ്സിനോട് ചോദിച്ചാൽ കിട്ടും. ബ്രോ, ഇത് എനിക്കൊന്ന് അയച്ചു തരണം പ്ലീസ്. ബ്രോയുടെ പേരെന്താ? ആളുടെ പേരെന്താടാ? ആർട്ടിഷ്, ARTISH. ബ്രോ, താങ്ക് യു സോ മച്ച്. ഈ പുള്ളിയാണ് സൂപ്പർ ചാറ്റ് ചെയ്തത്, മറ്റേ വീഡിയോ ഇൻസ്റ്റ നോക്കുകയും ചോദിച്ചു. ആണല്ലേ ബ്രോ? കിടിലം, ഒന്നും പറയാനില്ല. എന്റെ അമ്മോ, എടാ എനിക്ക് പുള്ളിയുടെ അക്കൗണ്ട് വീഡിയോ ഇത് ചെയ്തിട്ട് ആണോ? ആ, ഓക്കെ. ഞാൻ ചെക്ക് ചെയ്യാം ബ്രോ. ഞാൻ ഇത് എന്റെ നേരെ ഫ്രണ്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കും. ഓടോ, കിടില സാധനം. ആ ഫോട്ടോയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, താടി ഉണ്ടെന്ന്. മിസ്റ്റർ റെക്ക് എന്റെ സാധനം മുറിഞ്ഞ് 2 പോണേ 10 പോയിട്ട് അതിന്റെ ഒരു സാധനത്തിന്റെ മണ്ടക്കൂടെ വണ്ടി കയറി ചതഞ്ഞറിഞ്ഞ് പോണേ, ബാക്കി തുന്നിക്കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി പോണേ. ദൈവമേ. അമ്പാടി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 40 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച്. അവൻ അതിനകത്ത് താടിയും കൊണ്ട് വന്നിരിക്കുന്നു. അവന്റെ ജീവനേക്കാൾ വലുതായിരുന്നു അവന്റെ സ്വപ്നം. ഈ ഒരു വീഡിയോ നീ കണ്ടിട്ടുണ്ടോ? ഈ ഒരു സീന് ഇതൊന്നുമില്ല, അതൊരു കിളിയാട്ടോ. ആ കിളിയിൽ നീ നോക്കിട്ട് അതിന് എന്താ ചിറകില്ല. ഒരു കിളിക്ക് ഏറ്റവും ആവശ്യം പറക്കണതല്ലേ? നമുക്ക് കാലില്ലാത്ത ഒരു മനുഷ്യന് ഓടണം നൽകിയ ഏറ്റവും വലിയ ആഗ്രഹം. സാധാരണ എല്ലാവർക്കും പറ്റുള്ളൂ. അതുപോലെ ആ കിളി നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, പക്ഷെ അപ്പൊ ആ കിളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പറക്കാനായിരിക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കാം. കിളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പറക്കാനാണ്, പക്ഷെ ചിറകില്ല. അതൊരു കിളിയോ അതെന്തോ ആവട്ടെ, പക്ഷെ അതിന് പറക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അത് മരങ്ങളെല്ലാം ഇങ്ങനെ മലകളിൽ കയറ്റി വെച്ച് അത് താഴോട്ട് വീഴുകയാണ്. അപ്പൊ അതിന് പറക്കും പോലെ.
എന്താ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയല്ലേ പല സിറ്റുവേഷനിലും. അത് മരിക്കുകയാണത്, മരണത്തിലോട്ട് പോവാണത്. ആ കുഞ്ഞിന് താഴെ അറിയണ അതിന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യേണ്ടിയാണ് അതിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ. മരണത്തിലൂടെ അതിന്റെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. അത് തിരിച്ചുകൊണ്ട് മരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയത്. ഹാർട്ട് ടച്ച് ആയോ? ഓക്കെ. അല്ല പക്ഷെ എന്നാലും ആ മരം എങ്ങനെ ചരിച്ചു വെച്ചത്? അതാണ് എന്റെ ചോദ്യം. എന്തായാലും നല്ലൊരു വീഡിയോ ആണത്. ശരിയാണ്, ആഗ്രഹം അതാണ് വലുത്. ഇതുണ്ട്, ഇത് വായന പോണില്ല ഇപ്പൊ എനിക്ക്. ഡെവിൻ തോമസ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസർഷിപ്പ്. താങ്ക് യു സോ മച്ച്. മോട്ടിവേറ്റഡ്. അതെ 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 അതെ. ഫ്ലൈ എക്സ് ഈഗിൾ എന്ന ഈഗിൾ എക്സ് ഫ്ലൈയിങ് സ്ക്വറൽ കോംബോ വേണം, വീഡിയോ ചെയ്യോ പൊളിക്കുമെന്നോ? ബ്രോ ഫ്ലൈയിങ് സ്ക്വറലിനൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് ഒരു വട്ടം എന്തോ പുള്ളിയെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ. എനിക്കങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ല ആളെ, മനസ്സിലായ? കഥയിൽ ചോദ്യമില്ല. അത് ശരിയാണ്, കഥയിൽ ചോദ്യമില്ല. നീ കഥയിൽ ചോദ്യമില്ല, മനസ്സിലായിരിക്കല്ലേ നിനക്ക്? കഥയിലെ ചോദ്യം എന്തിനു വേണ്ടിയാ കലോത്സവം? സന്തോഷിക്കേ. ജോലി. എന്താ? എന്തിനു വേണ്ടിയാ കലോത്സവം? സന്തോഷിക്കേ. ജോലി. പെമ്പിള്ളാരെ കാണാം. കളക്ഷൻ ഉണ്ട്. എടാ അവനൊന്നും വളർന്ന് എത്ര ഉണ്ടവൻ നോക്കിയേ. പെമ്പിള്ളേരെ കാണാൻ കളക്ഷൻ ഉണ്ടെന്ന്. ഈ ടൈമില് ഞാൻ പഠിച്ചോണ്ടിരുന്ന ഈ ടൈമില് ഞാൻ സ്കൂളിൽ പോലും പോകത്തില്ലായിരുന്നു. വീട്ടിലിറങ്ങാൻ വെളിയിൽ പേടിയായിരുന്നു. ജോലി. പെമ്പിള്ളാരെ കാണാം. കളക്ഷൻ ഉണ്ട്. എന്ത് സീരിയസ് ആയിട്ടാണ് അവൻ പറയണേ? കളക്ഷൻ ഉണ്ട്. പെമ്പിള്ളാരെ കാണാം. കളക്ഷൻ ഉണ്ട്. വേറെ എന്തോ പെണ്ണുങ്ങളെ വായ നോക്കി പുറകെ പോകുക. അങ്ങനെ വല്ല നല്ല കാര്യം പറ. നീ തിന്നാനൊക്കെ പോവാ, അതൊക്കെ കൊള്ളാം. നിനക്കൊക്കെ പ്രാന്താണ് പെൺപിള്ളേരുടെ പറയാ പോവാൻ. ഇപ്പൊ എനിക്ക് തെറിവിളി വരും കേട്ടോ. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ കൊണ്ടാ ചെയ്യുന്നത് കേട്ടോ, അത് ഉറപ്പാണ്. അണ്ണാ തിരുമേനിയാണ്. അഖിലേശ്വർ ഫോൺ പോയി, നമ്പർ പോയി, ഒന്ന് മെസ്സേജ് ഇടാവോ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. 2025 മൂഞ്ചി ഫുൾ സീലാണെന്ന്. തിരുമേനി എന്തൊരു വർത്താനോ തിരുമേനി പറയണേ. ദൈവത്തിന്റെ കൂടെ ഫുൾ ടൈം ഉള്ള തിരുമേനിക്ക് ഇത്രയും ശോകം വർഷമാണെങ്കിൽ എന്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ അമ്പലത്തിൽ പോലും പോകാറില്ല. തിരുമേനിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും തിരുമേനി? നമ്മുടെ ലൈവ് കാണുന്ന ഒരു തിരുമേനിയാണ് അത് കേട്ടാ. പുള്ളി നമുക്ക് TV ക്കൊക്കെ വേണ്ടി ശത്രുസംഹാര പൂജയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ ആരും വാറെടുക്കാൻ പോലും വരുന്നില്ല. അവസ്ഥയാണ് കേട്ടാ, ഭയങ്കര പ്രശ്നമുണ്ട്. തിരുമേനി ഞാൻ മെസ്സേജ് അയക്കാം തിരുമേനി, ഉറപ്പായിട്ടും. പുള്ളിയായിട്ട് ബാലം കളിക്കാണ്ട് കുറച്ച് പറഞ്ഞു കഴിഞ്ഞല്ലേ പിള്ളേര്. ഞാൻ മാനിയോട്ടല്ലേ നിന്നോട് സംസാരിച്ചേ. ഇപ്പൊ ഞാൻ ഇവിടെ നിക്കുവല്ലേ, നീ ഇങ്ങോട്ട് വന്നല്ലേടാ. കളി കുറച്ചാ മതി. എന്ത് കളിയാടാ? ബാലം കളി. ബാലം കളിയോ? ഞാൻ ബാലം കളിക്കും, കാരണം ഞാൻ ബാലനാണ്. അപ്പൊ ബാലം കളിക്കും, മനസ്സിലായോ? ബുള്ളോപ്പ് കളിക്കല്ലേ എന്ന് പറയുമ്പോ നിനക്ക് ഫീൽ ആവണമെങ്കിൽ നീ അത്ര ലോ ലെവൽ ആയോണ്ടാ പുള്ളേ, അത് മനസ്സിലാക്കും. ഓ ഇതാണല്ലേ ബുള്ളോപ്പി കളിക്കല്ലേ നീയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞേ. തള്ളേ വെട്ടി നോക്ക്, നീ വെട്ടറാ. മക്കളെ എവിടെ നിന്റെ കൂടെയുള്ള എവിടാ കത്തിക്കട നിന്നൊക്കെ വെട്ടിയത്? നിനക്കൊക്കെ മറ്റേ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അടിക്കാനുള്ള കഴിവേ ഉള്ളൂ. അല്ലാത്തപ്പോ അടിക്കാൻ പറ്റുമെങ്കിൽ നീയൊക്കെ വാടാ. എത്ര വട്ടം വേണം നീയൊക്കെ? മാസൊക്കെ അടിക്കുമ്പോ ആലോചിച്ചടിക്കണ്ടേടാ കുട്ടാ. കൂടെയുള്ള 5 പേരും ചത്തല്ലോടാ. ബാലൻ ഇപ്പൊ ഇച്ചിരി സീനാണ് കേട്ടാ. ബാലൻ ഇങ്ങനത്തെ കുറെ നല്ല കണ്ടന്റുകൾ ചെയ്യുവാൻ. ബാലനൊക്കെ ഇപ്പൊ ഇച്ചിരി സീനായി. 916 അതെ അതെ അതെ. ടീച്ചർ പ്ലീസ് ടേക്ക് ലൈഫ് സീരിയസ്ലി. മീൻവൈൽ മീ. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അത് പറഞ്ഞതെന്ന് ഉപദേശിച്ചതൊക്കെ എന്തിനാണെന്നോ. കൊച്ചി
ഞാനൊരു RX ഫാൻ അല്ല. നിങ്ങൾക്ക് RX ഇഷ്ടമാണോ? ഇഷ്ടമുള്ളവരുണ്ടാവും ഇതിനകത്ത് കേട്ടാ. എനിക്ക് ഇഷ്ടമാണ് RX. എനിക്ക് RX 2 സ്ട്രോക്ക് ോട് വലിയ ഇതില്ല. എനിക്ക് അത്രയും പഴയ ബൈക്സിനോട് വലിയ താല്പര്യമില്ല. ഇപ്പൊ ബൈക്കിനോട് ഇപ്പൊ പേടിയാ സത്യം പറഞ്ഞ. കാറായി കഴിഞ്ഞ പിന്നെ ഇപ്പൊ കാറ് മാത്രമാണ്, ബൈക്ക് എടുക്കാറേ ഇല്ല. ബ്രോ താങ്ക് യു സോ മച്ച് 20. ഡെൽവിൻ തോമസ് ബ്രോ താങ്ക് യു സോ മച്ച് 20. ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഓവർ ആയിരുന്നു അണ്ണ. ബോൾ എറിയാൻ വന്ന ബൂമറയോട് ഗേജ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് നോൺ സ്ട്രൈക്കർ എൻഡിൽ നിന്ന് ബൂമറയെ ചൊറിഞ്ഞു. ബൂമറയും തിരിച്ച് ചൂടായി. നെക്സ്റ്റ് ബോൾ ഗേജ വിക്കറ്റ് ടീമിലെ മെമ്പേഴ്സും അടുത്ത് വന്ന് സെലിബ്രേഷൻ ഇട്ടു. ഈവൻ ഫ്രം ബൗണ്ടറിയിൽ നിന്ന് വരെ പ്ലേയേഴ്സ് വന്ന് സെലിബ്രേഷൻ ഇട്ട്. പീക്ക് രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു ലൈവ് കണ്ടപ്പോൾ. ഞാൻ കണ്ടില്ലടാ, ഞാൻ കണ്ടില്ല സത്യം പറയാം. ഞാനിപ്പോൾ ടെസ്റ്റ് കാണാറില്ല. എനിക്ക് പഴയ എൻ്റെ ആ പ്ലേയേഴ്സ് എല്ലാവരും പോയപ്പോഴത്തേനും എനിക്കിപ്പോൾ കാണാനുള്ളൊരിതില്ല. നിങ്ങൾ കുറേ ഞാൻ സത്യം പറയാം ഇരുന്ന് കാണാറില്ല. ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ്സ് മാത്രം കാണും, ഹൈലൈറ്റ്സ് മാത്രം. जाहिर सी बात है क्योंकि वहां पे बल्लेबाज भी सोच रहा होगा कि इसको आखिरी ओवर करना है और एक ओवर नहीं होने देंगे. जसप्रीत भी जल्दी डालना चाहते हैं ओवर को ताकि एक और ओवर हो सके. तो उस्मान अपना वक्त ले रहे थे लेकिन बीच में नॉन स्ट्राइकर्स एंड में ഇത് ചാനൽ കൊണ്ടുപോയത് സ്റ്റാർ സ്പോർട്സ്. कॉन्स्टेंस पे नजर रखिए और कॉन्स्टेंस के साथ बातचीत करते हुए बाहरी किनारा और सफलता. जी हाँ, आप वापस आइए. सिर्फ बॉल डालना है. वापस भेजा उस्मान ख्वाजा को जसप्रीत बुमराह ने. और गजब की गेंद, फुलर लेंथ, जहां पर बहुत ही ज्यादा तकलीफ हुई है उस्मान ख्वाजा को. शार्प कैच क्योंकि तेजी से गई वो गेंद और फिर वो सेलिब्रेशन. ചിലപ്പോ ചാനൽ കൊണ്ടുപോയി അളിയാ ഇല്ലാണ്ടായി അളിയാവൻ. അവനെ അങ്ങ് പണിത്. ഇത് കണ്ടല്ലേ നമ്മള്. ഈഗിൾ ബ്രോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടുകാരനാണ്. ചലഞ്ച് ഡ്രോയിങ് ആണ് വെനം ഡ്രോയിങ്. Just maybe a symptom of having way too much income. But when you talk about pay just to get all of me, island rappers, how can കൊള്ളാം ബ്രോ, കൊള്ളാം. നൈസ്. ഈകളെ അബദ്ധം പറ്റി. വീട്ടിൽ മോന് വേണ്ടി ലാബ് വാങ്ങി. വൈഫിന് ഇഷ്ടമല്ല. ഞാൻ സംസാരിച്ചപ്പോൾ അബദ്ധത്തിൽ പഴയ എക്സിന്റെ മോള് ലാബ്രഡോഗ് വളർത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവളുടെ വീഡിയോ അയച്ചു കൊടുത്തു. 50 AED. ഈകളെ അബദ്ധം പറ്റി. വീട്ടിൽ മോന് വേണ്ടി ലാബ് വാങ്ങി. ഓക്കെ. വൈഫിന് ഇഷ്ടമില്ല എന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അബദ്ധത്തിൽ പഴയ എക്സിന്റെ മോള് ലാബ്രഡോഗ് വളർത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവളുടെ വീഡിയോ അയച്ചു കൊടുത്തു. ബ്രോ എനിക്ക് മനസ്സിലായില്ല. 50 AD. താങ്ക് യു സോ മച്ച് സായി ബ്രോ. താങ്ക് യു സോ മച്ച്. 179 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഞമ്മളാണ് ബെനോന്ന്. എന്താടാ ഇതിന്റെ കുറെ ഡ്രോയിങ്സ്, ഇങ്ങനെ ഡ്രോയിങ്സ് മാത്രമേ ഉള്ളൂ ഇന്ന് കേട്ടോ. ഇത് ബെസ്റ്റ് ഡ്രോയിങ്സ്. എക്സ്പ്ലെയിൻ ദിസ്. മൈൻക്രാഫ്റ്റ് ഈസ് ഫൺ. ഇത് ഞാൻ കളിക്കാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ ബ്രോ, സത്യം പറയാലോ. മൈൻക്രാഫ്റ്റിനെ പൊക്കി പറയൂ. പൊക്കി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടോ മൈൻക്രാഫ്റ്റിനെ? വേൾഡിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പെയ്ഡ് ഗെയിംസിനകത്ത് ഏറ്റവും ഇഷ്ടമല്ല എന്നുള്ളവര് മൈൻക്രാഫ്റ്റ് ഇഷ്ടമല്ല, പെട്ടി ഗെയിം, ഇതാ ഗ്രാഫിക്സ് ഇല്ല, പലതും പറയും. ഇഷ്ടമല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ, സത്യം പറയല്ല. എനിക്കിത് കളിക്കാൻ അറിഞ്ഞൂടാ, അതാണ് പ്രശ്നം. കളിച്ച് ഗെയിം എന്താന്ന് മനസ്സിലാക്കുന്നവർക്ക് അടിപൊളി. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ ബ്രോ? ഞാനും എന്റെ ഗേൾഫ്രണ്ടും ബ്രേക്കപ്പ് ആയി. റെഡിയാക്കാൻ വഴി. ഫാരിസ് പിയർ. എന്റെയും
നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഇടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? അത് മൂന്നാമതൊരാൾ വന്ന് റെഡിയാക്കണതാണോ അതിന്റെ വഴി? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിനക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ മൂവ് ഓൺ ആവുക, അല്ലെങ്കിൽ പോവുക. വേറൊരാൾ പറഞ്ഞു തരുന്നതും കേട്ടോണ്ട് നേരെ വന്ന് ഒരു എണ്ണം ഫിക്സ് ചെയ്യുന്നതല്ല റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിൽ മൂന്നാമത് ഒരാളെ നീ ഇങ്ങനെ വന്ന് നീ ഇപ്പൊ ചോദിച്ചത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ മെച്യൂരിറ്റി കുറവ്. ചിലപ്പോ അതായിരിക്കും അവള് കളഞ്ഞിട്ട് പോകാനുള്ള റീസൺ. അണ്ണാ ഞാൻ സൂപ്പർ ചാറ്റ് ഇട്ടിട്ടുണ്ട്, നോക്കിയോ? ഇന്ന് ലേറ്റ് ആയി വരാൻ വീട്ടിൽ കയറാൻ ലേറ്റ് ആയപ്പോ ഷോക്ക് പോയി. അപ്പൊ അണ്ണനെ കാണണമെന്ന് ലൈവ് കണ്ടപ്പോൾ ഇഷ്ടമായി. ഫ്രം CB ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 100 rupees സൂപ്പർ ചാറ്റ്. സത്യം പറയാം, FTT ഗെയിമിംഗ്, ഓ ചാനൽ ഗെയിമിംഗ് ചാനലാണല്ലോ. ഓക്കെ. ഞാൻ അങ്ങനെ മൈൻക്രാഫ്റ്റ് കളിക്കാത്തതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് അത്ര അപ്ഡേറ്റഡ് അല്ല. ഇറ്റ്സ് എ ബോറിംഗ് ഫിലിം. ബോറിംഗ് ഫിലിമോ ഇതോ? ഏത് ഇത് ഏത് പടം നിനക്കറിയോ? വെട്ടം. വെട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടം. എക്സാക്ട്ലി ആഫ്റ്റർ 8 minutes. ഇവിടെ തൊട്ട് ഈ പടം മാറണത് എന്റെ അമ്മു, എന്ത് പടമാണോ ഇത്! റിപ്പീറ്റ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ X1000 പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്റെ അളിയ. നീ എന്റെ അച്ഛൻ്റെ കൂടെ പഠിച്ചതല്ലേ? പോണോ, ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലെന്ന്. എന്ത് സാരൊക്കെയാണല്ലേ അത്? അന്നിതിലല്ലേ കലാപമണി കുറെ ചോറ് രാവിലെ ഒരുത്തന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ആരൊക്കെയാ നോക്കടാ, എല്ലാവർക്കും ഉണ്ട് റോൾ, എല്ലാവർക്കും ഇജാതി സാധനമാണ് കേട്ടാ. ഹലോ, ഞാൻ അന്തപ്പൻ. ഹലോ, ഞാൻ അന്തപ്പൻ. അത് കേട്ടാ. ഹലോ, ഞാൻ അന്തപ്പൻ. നിന്റെ അപ്പനല്ല, വാദവക്കൊലയാളി അന്തപ്പൻ. ചോമങ്കിള് നാലാഴ്ച അവനെ തെരഞ്ഞു നടക്കുക. ശോഭരാജിനെ പിടിക്കാൻ പാടില്ല. എന്ത് പടമല്ലേ ചളിപ്പടമാണ് ജുനൈദ്. അത് നീ കാലം തെറ്റി ജനിച്ചതിന്റെയാണ് മോനെ. നിനക്ക് ഇപ്പോഴത്തെ സിനിമകളിലെ മറ്റേ ഡബിൾ മീനിങ് ജോക്സ് മാത്രമല്ല ഫിലിം എന്ന് പറഞ്ഞാൽ. ഇത് നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയും കുഞ്ഞമ്മയും കൊച്ചച്ഛനെയും വല്യമ്മച്ചയും വരെ വിളിച്ചുകൊണ്ട് പോയിരുന്ന് കാണാൻ പറ്റണ പടമാണ്. അല്ലാതെ ഇപ്പോഴത്തെ പടങ്ങൾ പോലെയല്ല. ഈവൻ ഡബിൾ മീനിങ് കോമൻറ്റുകൾ ഞാൻ RP-ലടക്കം ഉപയോഗിക്കുമെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയാം, ലൈക്ക് വിത്ത് എ ഫാമിലിയോടെ ഫുൾ കോൺഫിഡൻസിൽ പോയിരുന്ന് പണ്ട് ചിരിച്ച കുറേ പടങ്ങളുണ്ട്. ചിലപ്പോൾ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇന്ന് ഈ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവുമെന്ന് അറിയാമോ? 20, 30, 10, 15 വർഷം എന്തോ ആയിട്ടുണ്ടാവും, 10 വർഷം എന്തോ ആയിട്ടുണ്ടാവുന്നു ഈ പടം ഇറങ്ങിയിട്ട്. ആ പടം അന്ന് തൊട്ട് ഇന്ന് വരെ റിപ്പീറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ കൈരളിൽ അല്ലെങ്കിൽ വന്നാൽ പോലും ഞാൻ ഇരുന്ന് ഇത് കാണും. മനസ്സിലായ? അതിൻ്റെ വാല്യൂ ചിലപ്പോൾ ഈ വർഷം നിനക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ആ സമയത്ത് ചിലപ്പോൾ നീ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിനക്ക് മനസ്സിലായേനെ. അത് ലൈക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഓരോരുത്തർക്കുണ്ട്. നിനക്ക് ചിലപ്പോൾ ചളിയായിട്ട് തോന്നി കാണും. ബട്ട് ഈ ഫിലിമിൻ്റെ ഫാൻ ബേസ് ലൈക്ക് അത് പെട്ടെന്നൊന്നും പോണ ഒരു കാര്യമല്ല. അത് ഇത് 100 പേരെ എടുത്താൽ 90 പേർക്കും ഈ പടം ഇഷ്ടമായിരിക്കും. കാണാത്തവരുണ്ട്, കണ്ടു നോക്കി മനസ്സിലാവും. 20 വർഷമായോ? എത്രയായി? 21 വർഷമായോ? 21 വർഷം. 2004 അല്ലേ? 20 വർഷം. ഒയ്യോ. അണ്ണാ ഞാൻ പറഞ്ഞത് കുബേരനാണ് കേട്ടാ. കുബേരന് കിടില പടം. അഗസ്റ്റ് 25 AD എക്സിന്റെ മോളുടെ വീഡിയോ അവളെ കാണിച്ചു. ലാബിന്റെ കൂടെ കളിക്കുന്ന ഇൻസ്റ്റ ID വെച്ച് എന്നെ പൊക്കി. ബട്ട് മോൻ ഫുൾ സപ്പോർട്ട്. വഴക്കിട്ടപ്പോൾ മോൻ പറയുക എക്സിനെ കെട്ടാനെന്ന്. നിങ്ങൾ അച്ഛൻ മോൻ യൂണിവേഴ്സ് ആണല്ലേ ഇപ്പൊ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഡെയിലി. പയ്യൻ കൊള്ളാം കേട്ടാ, നല്ല മോൻ.
ഇത്രയും നല്ല ചെറുക്കനല്ലേ നിങ്ങൾ ചീത്ത വിളിച്ച് വന്നത്? നിങ്ങൾ എന്തൊക്കെ തെറി പറഞ്ഞിട്ടുണ്ട് അവനെ. സ്റ്റിൽ അവൻ ജെമ്മാണ്, മനസ്സിലായ? എനിക്കൊരു മോനുണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വളർത്താം, അത് നടക്കുള്ളൂ. ഇല്ല 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 എന്നെ ആരും അങ്ങനെ ഫ്രണ്ട്സ് ആക്കി ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മൊലാലി എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷെ മൊലാലി തെറ്റാണ്. എക്സ്പെക്ടഡ്. ഇതിൽ കൂടുതൽ അപ്പുറത്തേക്ക് ഞാൻ അവന്റെ വായനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത് 2024 വീഡിയോ ആണ്. 2025 അവൻ മാറുമെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മൊലാലിയോട് ഞാൻ പറയുവാണ്, മൊല്ലി സിറ്റിയിൽ ഒരു നല്ലൊരു കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ സ്പോട്ടിൽ മൊലാലിക്ക് ആ കുട്ടിയെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ മാമയാവണം. എടാ എന്നെ അങ്ങനെയാണല്ലോ നീ കണ്ടിരിക്കണം. മൊല്ലി ഞാൻ നല്ലൊരു ഫുഡ് കഴിച്ചു, അപ്പൊ ഞാൻ ആ ഫുഡ് മൊലാലിക്ക് വെച്ച് കൊടുക്കണം. മൊല്ലി ഞാൻ നല്ലൊരു കാർ കണ്ടു, അപ്പൊ ഞാൻ ആ കാർ മൊല്ലിക്ക് വാങ്ങി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ മൊലാലിയോട് ഒന്നും പറയത്തില്ല. അതുകൊണ്ടല്ലോ ഞാൻ മൊലാലിനെ വിളിക്കുന്നത്. സെർവന്റ് അല്ല, ആക്ച്വലി പാർട്ട്നർ. പാർട്ട്ണർ അല്ലേ? ഇല്ല, ഈ നാട്ടിൽ വന്നപ്പോ എന്നെ ഫസ്റ്റ് ആയിട്ട് കളിച്ചിരുന്ന മൊലാലിയാണ്. അപ്പൊ ഞാൻ ബാസുവിനെ വിളിച്ചിരുന്നു. അപ്പൊ മൊലാലി, എനിക്ക് എന്നെ മലയാളം അറിയില്ലല്ലോ, അപ്പൊ പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ വിളിക്കുന്ന കാര്യം മൊലാലിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ വിളിക്കുന്നതാണ് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മൊലാലിന്ന് വിളിക്കാൻ തുടങ്ങിയത്. அதுதான் உங்களுக்கு என்ன சொல்றது, எக்ஸ்ட்ரா ஹெட்டேக் அதுதான் கொடுக்கிறது. ஒன்னு சந்திரன், இன்னொன்னு உங்க மொயலாளி ബാജു പരന്ത് ബാജു കേട്ടിട്ടുണ്ടോ? பறந்து இல்ல இந்த பரந்து வாசு சந்திரனோட புள்ளதா പറഞ്ഞതാ ഒരു പ്രശ്നം ഇങ്ങ പോയിട്ട് இருக்கு. அது எனக்கு தெரியுமே, டிஎன்ஏ டெஸ்ட். ഒരു നിമിഷം. ഇനി ബാബുവിനെയും ഇവളെയും കൂടെ കാണുന്നതിന്റെ അന്ന് ഞാനൊരു ആർപ്പി ചെയ്യും, ഒരു സംശയവും ഇല്ല. അപ്പൊ ഇത്രയും നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ ഗൈസ്. 12 മണിയായി. എനിക്ക് ഒരു ദിവസം 34 കില്ല് അടിക്കാനുള്ളതാണ്. 34 കില്ല്. അപ്പം നമുക്ക് ആർപി കയറണം, അല്ല പബ്ജി കയറണം. അപ്പൊ ഇത്രയും ഡിസ്കോ ട്രോൾസ് ഇന്ന് ഡിലേ ആയത് ഗൈസ്. ഇന്ന് സിറ്റി കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത ദിവസം കുറച്ച് അധികം നോക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ആൻഡ് എല്ലാവർക്കും ഇന്നത്തെ ലൈവ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് പബ്ജി ഓഡിയൻസ് ഉണ്ടെങ്കിൽ, ലേറ്റ് നൈറ്റ് വർക്ക്, ജോലി, ഉറക്കമില്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ആൻഡ് അണ്ണ ഇതെന്തായിരുന്നു അണ്ണ മറക്കല്ലേ, തിരുമേനി ഇതൊക്കെ ആണെങ്കിൽ ലൈവ് കണ്ട് ചിരിച്ചോണ്ടിരിക്കും. ഇഷ്ടം മറക്കല്ലേ, മെസ്സേജ് ഇടണേ. വർഷം വരാനുള്ളതാണ്, എല്ലാം കൊണ്ട് 2025 ഫസ്റ്റ് ഡേ തന്നെ ഫുൾ സിനിമയാണ്. ശുഭദിനം തിരുമേനി. ഞാൻ മെസ്സേജ് അയച്ചിരിക്കും, മെസ്സേജ് അയക്കാം. ഡെവിൻ കെ ബേബി ഈകളെ ഞാൻ പോകുവാണെങ്കിൽ ഗുഡ് നൈറ്റ്. ഇനി നിന്നാൽ അവള് കൊല്ലും, അടിച്ച് തൂഫാനാക്ക്. രഗുലെ ബൈ. ഡെവിൻ ബ്രോ ബൈ 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 ബൈ. എന്തോടാ കണ്ണാപ്പി? നമ്മളിപ്പോഴാണ് മറ്റേ FRP സംസാരിക്കാൻ പോയ ചെന്നപ്പോഴേ SMG ഡ്രാഗോ പോയി തെറി വിളിക്കാണേ. അപ്പൊ അവന്റെ കൂടെ ഇരിക്കുന്ന ഒരുത്തരും കൂടെ ഇരുന്ന് തെറി വിളിക്കുന്നുണ്ട്. അപ്പൊ അവൻ സ്പീക്കർ ഇട്ടതുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവൻ വന്നിട്ട് പറയാം അവരെ രക്ഷിക്കാനായിട്ട്, ഇത് രണ്ടും വിളിച്ച ഞാൻ തന്നെയാണ്. അതും പറഞ്ഞവരോട് തർക്കിച്ചോണ്ടിരിക്കുക. ഇതും എന്റെ ശബ്ദമാ, അതും എന്റെ ശബ്ദമാന്ന്. ഓ എന്നുവെച്ചാ മേളിൽ പുട്ടച്ചു മോനെ ഇതെന്ന് പറഞ്ഞു, താഴെ വേറെണ്ണം തള്ളകളി, അങ്ങനെ ഇത് രണ്ടും എന്റെ ശബ്ദമാണ്, ഒരുമിച്ചാ വിളിച്ചതെന്ന്. അവ അവിടെ കിടന്ന് തർക്കമുണ്ട, സമ്മതിക്കുന്നില്ല അവൻ. അവൻ ഇനി എന്തൊക്കെ ചെല്ലാൻ സമ്മതിക്കൂലുണ്ടാവും അവൻ. അവളെ മറക്കാൻ പറ്റില്ല. സൈഫർ 40 റുപ്പീസ്. എടാ സൈഫറിനോട് എന്താ പറയാനുള്ള കണ്ണാപ്പി നിനക്ക്? എന്താണ് അവൻ എന്താ പറഞ്ഞ ബ്രേക്കപ്പ് ആയിരുന്നു? iOS മെമ്പർഷിപ്പ് ലിങ്ക് ഇടുവോ? മോഡറേറ്റേഴ്സ് വന്നിട്ട് കൊടുത്ത iOS മെമ്പർഷിപ്പ് ലിങ്ക്. ഹാർലിൻസ് ബ്രേക്കപ്പ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് അങ്ങോട്ട് എടുത്തേ. ബ്രേക്കപ്പ് ആയവരൊക്കെ മെമ്പർഷിപ്പ് അങ്ങോട്ട് എടുത്ത് ഒന്നുകൂടെ പിൻ ചെയ്യാൻ മെമ്പർഷിപ്പ്. ലൈവ് ഒന്ന് നോക്കുവോ? ഞാൻ ഏതോ ഒരു ഇമോജിയാണ് പിൻ ചെയ്തേക്കുന്നത്. കോബ്രയുടെ ഏതോ ഇമോജിയാണ് പിൻ ചെയ്തേക്കുന്നത്. ആണോ? കണ്ണാപ്പി ലൈവ് വന്നില്ല ഗൈസ്. ഞാൻ ലൈവ് വരുന്നതെന്ന് വെച്ചാല് ലൈവ് വരത്തില്ല, കൊല്ലത്തിലൊരിക്കൽ. ഇനി പോഡ്കാസ്റ്റ് ഷൂട്ട് ഉണ്ട്. പിന്നെ അതിൽ എന്റെ മൂക്കൊക്കെ അടഞ്ഞ് എനിക്ക് പനി പിടിച്ചിരിക്കായിരുന്നു. കഴിച്ചോ? ഞാൻ കഴിച്ചളിയാ, രഘുല എപ്പോഴാ കഴിച്ചു? അണ്ണനെയൊക്കെ നോക്കി രഘുല്. അങ്ങനെയാണ്. അണ്ണാ ഞാൻ കിടക്കോ, ഗുഡ് നൈറ്റ്. ഡെവിൻ ഗേഡൻ ഇവിടെ പോയിട്ടോ. ഗൈസ് ഞാൻ ഒരു 5 മിനിറ്റ് ഫുഡ് കഴിച്ചിട്ട് ഉടനെ വരാം. ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് വരാം.
നമ്മള് നോക്കാം. 5 நிமிஷமாண்ணா? எப்படி இருக்க?